ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിൽ ബാക്കി നിൽക്കെ അഭിപ്രായ സർവേകൾ പലയിടത്തുനിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശാസ്ത്രീയ സ്വഭാവമുള്ളതോ അല്ലാത്തതായിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായ സർവേകൾ നമ്മൾ കാണുന്നു. അഭിപ്രായ സർവേകൾ ചിലതൊക്കെയും ഒരു ടൈറ്റ് ഫൈറ്റാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നു. ചില സർവേകൾ കേരളത്തിൽ അങ്ങനെ പൊതുവികാരമൊന്നുമില്ല, ഓരോ മണ്ഡലത്തിലും സവിശേഷ സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ സർവേകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നുള്ള യുവ നേതാവായ JS അഖിൽ. ഈ പ്രീപോൾ സർവേകളും അഭിപ്രായ സർവേകളും ഒക്കെ തടഞ്ഞു വെക്കണമെന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഈ JS അഖിൽ ഒരു പരാതിയും കൊടുത്തിരിക്കുന്നു. ഈ സർവേകൾ വോട്ടർമാരുടെ മനോഭാവത്തെയും തെരഞ്ഞെടുപ്പ് ഫലത്തെയും ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ഇവ ശാസ്ത്രീയമായിട്ടും അല്ലെങ്കിൽ കൃത്യമായും നിർവഹിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ അല്ല ഈ സർവേ തയ്യാറാക്കപ്പെടുന്നതുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പരാതി. സത്യത്തിൽ ഈ പുറത്തു വരുന്ന സർവേകൾ പൂർണ്ണമായും ഒരു UDF അനുകൂല തരംഗം കേരളത്തിലില്ല എന്ന് പറയുന്നതിൻ്റെ ഭയപ്പാടാണോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. JS അഖിലിൻ്റെ പരാതി കോൺഗ്രസിൻ്റെ ആകമാന പരാതിയായി എടുക്കാൻ കഴിയില്ല എന്നുകൂടി കാണാം. സത്യത്തിൽ UDFകാർ വിചാരിക്കുന്ന അജിംഷെ കേരളത്തിൽ അങ്ങനെ ഭയങ്കര ഒരു തരംഗം അടിക്കാൻ പോകുന്നു, 100+ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരുണ്ട്. അത് ഈ പുറത്തു വരുന്ന സർവേകൾ പലതും പക്ഷേ അങ്ങനെ ഒരു വലിയ വികാരം അടിത്തട്ടിൽ കിടക്കുന്നതിൻ്റെ സൂചന തരുന്നില്ല. അതിൽ UDFന് ഒരു നിരാശ, ഒരു സങ്കടം ഉണ്ടോ? ഈ സർവേകൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ബയസ്ഡ് ആണ് പലതും. അത് ഞാനിപ്പോൾ UDFനോ LDFനോ അനുകൂലം എന്നുള്ളതല്ല, അത് നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന അഭിപ്രായങ്ങളാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ഒരു സർവേ പുറത്തു വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ എന്താണ് എന്ന് കേരളത്തിലെ ഇലക്ഷൻ പണ്ഡിറ്റുകൾക്ക് പ്രവചിക്കാൻ കഴിയുന്നുണ്ടോ? ആരെങ്കിലും പ്രവചിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആര് ജയിക്കും, ആരാ ജയിക്കാൻ പോകുന്നത്, എത്ര സീറ്റ് കിട്ടും? അല്ലെങ്കിൽ വൻ പ്രവചനങ്ങളായിരുന്നോ? 2021 എന്തെല്ലാം തരം പ്രവചനങ്ങളായിരുന്നു? ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയ പ്രവചനങ്ങൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ ആരും പ്രവചിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വോട്ടർമാർ വളരെ സൈലൻ്റ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ക്യാമറയും മൈക്കുമായിട്ട് ചെല്ലുക, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ലേ? മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരണോ? അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു തീർപ്പിലും എത്താൻ കഴിയാത്തത്ര ആളുകൾ ചിലപ്പോൾ പ്രതികരിച്ച് കളയും. ആളുകളോട് ചോദിക്കുമ്പോൾ ആളുകൾ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് അവരുടെ രാഷ്ട്രീയം, അവരുടെ നിലപാട് പറയുന്നത്. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലേ? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു റിപ്പോർട്ടറോട് ലൈവിൽ നിന്നിട്ട്, ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം, കാരണം വെച്ചാൽ ഒരു ഓൺഗോയിങ് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണല്ലോ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഞാനിവിടെ എങ്ങും ഭരണവിരുദ്ധ വികാരം കണ്ടില്ല എന്ന് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അത് നമ്മുടെ റിപ്പോർട്ടറുടെ സാമർഥ്യക്കുറവോ അദ്ദേഹത്തിൻ്റെ ശേഷിയില്ലായ്മയോ അല്ല, നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ ജനങ്ങൾ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് അവരുടെ രാഷ്ട്രീയം പറയുന്നത്. ആളുകൾ പറയുന്നത് പോലെയല്ല ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായ സർവേകൾ ഇറങ്ങുന്നത് തന്നെ പെയ്ഡ് അഭിപ്രായ സർവേകളുണ്ട്. ഈ പെയ്ഡ് അഭിപ്രായ സർവേകൾ, ഇപ്പം ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു 60% ആൾക്കാരെങ്കിലും ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ അടുത്ത അസംബ്ലിയിൽ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 20% മുന്നണികളുടെ ഉറച്ച വോട്ടുകൾ അല്ലേ? അപ്പോൾ ഒരു 50% പേരെങ്കിലും എന്താണ് ഇത് ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 10% പേരുണ്ടാവും സ്വിംഗ് വോട്ടേഴ്സ്. ഈ സ്വിംഗ് വോട്ടേഴ്സിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഈ അഭിപ്രായ സർവേകളുടെയും മറ്റുള്ള ഈ കോലാഹലങ്ങളുടെയും സോഷ്യൽ മീഡിയ പ്രചാരണത്തിൻ്റെയും ബിൽ ബോർഡുകളുടെയും നമ്മൾ ഈ കാണുന്ന ഉച്ചഭാഷണികളുടെയും വർഗീയ പ്രചാരണങ്ങളൊക്കെ ഉദ്ദേശം. ബാക്കി എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് വന്നാലും LDFന് വോട്ട് ചെയ്യുന്ന ആളുകൾ, എന്ത് വന്നാലും UDFന് ചെയ്യുന്ന വോട്ടുകൾ. ഇനി സ്വിംഗ് വോട്ടേഴ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന വോട്ടർമാരിൽ തന്നെ ഒരു വിഭാഗം നേരത്തെ തന്നെ തീരുമാനിക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള വളരെ ന്യൂനപക്ഷം വരുന്ന ചില വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ളതാണ് അഭിപ്രായ സർവേകൾ, എക്സിറ്റ് പോളുകൾ, ബിൽ ബോർഡുകൾ, വർഗീയ പ്രചാരണങ്ങൾ, അനൗൺസ്മെന്റുകൾ, സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ. ചില ജിമ്മി, ഇപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ സമയത്ത് ഒരു വലിയ വിജയം UDFന് ഉണ്ടാവുകയും UDF ക്യാമ്പിന് ആകമാനം ആവേശം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ ഒരു മൊമെന്റം നിലനിർത്താൻ UDFന് കഴിയുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. അഭിപ്രായ സർവേകളും ഏതാണ്ട് അതിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന സംശയമുള്ളൊരു സ്ഥിതി രണ്ടാം ടൈമിലും സൃഷ്ടിക്കാൻ പിണറായി വിജയന് കഴിയുന്നു എന്നാണ് ഈ സർവേകൾ പറയുന്നത്. അതൊരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ UDF ക്യാമ്പിൽ? UDF ക്യാമ്പിൽ അങ്കലാപ്പ് ഉണ്ടാക്കില്ല. തദ്ദേശത്തിലെ ആ ഒരു ലീഡ് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളത് ശരി. പക്ഷേ വിഷയം അഭിപ്രായ സർവേകളാണ്. ഈ അഭിപ്രായ സർവേകൾ ഈ പറഞ്ഞ 10-12 വർഷത്തെ ഞാൻ പുറകോട്ടെടുത്ത് നോക്കിക്കോളൂ. ഓരോ കാലത്തെ 2014 മോദി അടിച്ചു കയറുമെന്ന് പറഞ്ഞ, കയറില്ല എന്ന് പറഞ്ഞ, 2019 ഇത്തവണ പോക്കാണെന്ന് പറഞ്ഞ, ഈ 2024 ആയപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ, അത് പഴയ ഓർമ്മയിലാണ് ഈ പറയുന്നത്. 300 കടക്കുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാ രംഗത്തും അങ്ങനെ. ഇപ്പോൾ മാധ്യമ രംഗത്ത് 100 കണക്കിന് മാധ്യമങ്ങളൊന്നും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് മാധ്യമങ്ങളെ മുഴുവൻ നിരോധിക്കാമെന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ലീവ് വിത്ത് ഇറ്റ്. അതിപ്പോൾ അമേരിക്കയിലൊക്കെ ഒരാഴ്ച കൂടുമ്പം 2 ആഴ്ച കൂടുമ്പം പ്രസിഡൻറ്റിൻ്റെ ജനസമ്മതി എങ്ങനെയാണെന്ന് അളക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റാവും. ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകും, ഒരു വ്യവസ്ഥ ഉണ്ടാകും. അങ്ങനെ അല്ലാത്തവരെ നമ്മൾ സ്പോട്ട് ചെയ്യുക. ഏതെങ്കിലും ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും അല്ലാത്തവരുടെയും ഒക്കെ അഭിപ്രായ സർവേകളുണ്ടെങ്കിൽ അത് അവസാനം തോക്കുമല്ലോ. അത് തോക്കുമ്പോൾ മറന്നു പോകാതെ, ഞാൻ വിചാരിക്കുന്ന ഇത്തവണ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും സജീവമായതുകൊണ്ട് പറഞ്ഞ അഭിപ്രായങ്ങൾ തെറ്റിയവരെല്ലാവരും
എല്ലാവരെയും പൊതുജന മധ്യത്തിൽ നിന്ന് നിർത്തി ജനം കണക്ക് ചോദിക്കും എന്നുള്ളതാണ്. ഇത്തവണ ആയിരിക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മോശം കളികൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസാനത്തെ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായി കേട്ടോ, തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കുന്ന ഉണ്ടായി. അപ്പോൾ അതൊക്കെ ട്രോളി തുടങ്ങി. ഇത്തവണത്തെ ട്രോളിൻ്റെ കഴിഞ്ഞ തവണത്തെ പോലല്ല. ഈ സോഷ്യൽ മീഡിയ പെനിട്രേഷൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ. ട്രോള് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇത്തവണയും കൂടെ ചിലപ്പോൾ മാധ്യമങ്ങൾക്കും അല്ലാത്തവർക്കും ഒക്കെ വ്യാജം ഉണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. പക്ഷേ ഇനി അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ കൂടെ ജീവിച്ചേ പറ്റൂ. അപ്പോൾ നല്ല നിലവാരമുള്ള അഭിപ്രായ സർവേകൾ അത്യാവശ്യവുമാണെന്ന്. അത് തെരഞ്ഞെടുപ്പ് ദിവസം മാത്രം പോരാ. ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും കേരളത്തിൽ ജനങ്ങളുടെ മനസ്സറിയാൻ ഭരണകർത്താക്കൾക്ക് പ്രതിപക്ഷത്തിനൊക്കെ വേണ്ട ഒരു സംവിധാനമാണ്. അത് മര്യാദയ്ക്ക് വരട്ടെ. അല്ല, സാജുന് തോന്നുന്നുണ്ടോ അഭിപ്രായ സർവേകൾ മിക്കതും ഒരു എന്താ പെയ്ഡ് ആണെന്ന്? സംശയമൊന്നുമില്ല നിഷാദ്. അതിനകത്ത് ഭൂരിഭാഗവും ഇപ്പം നമുക്കറിയാം, ഇവിടെ കേരളത്തിൻ്റെ പൾസൊന്നും അറിയാത്ത പല ഏജൻസികളും വലിയ ഏജൻസികൾ വന്ന് ആരെയൊക്കെയോ ചുമതലപ്പെടുത്തിയിട്ട് നടത്തുകയാണ്. അതിൻ്റെ സ്വീകരിക്കുന്ന സാമ്പിൾ, അതിൻ്റെ സ്വീകരിക്കുന്ന മെത്തേഡ് അടക്കമുള്ളത് പ്രശ്നം തന്നെയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വന്നൊരു സർവേയിൽ ഇപ്പം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് LDF നേരിയ ലീഡ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ചാനൽ കാർഡടിച്ചു പ്രശാന്തം വട്ടിയൂർക്കാവ്. ഞാൻ ഇപ്പോഴത്തെ ഈ പരാതിയുടെ പ്രകോപനം പോലും അതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതോടുകൂടി ആ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുന്ന ഒരു തിരിച്ചടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഓരോ സർവേയും ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. കായംകുളത്ത് അഭിപ്രായ സർവേയെ കുറിച്ചുള്ള വളരെ ഒരു ക്വാളിറ്റി അനലൈസിസ് ഞാൻ പറയാം. ഈ നമ്മളെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ സ്വയം ചോദിക്കുക, നിങ്ങളുടെ അടുത്ത് എത്ര സർവേ ഏജൻസികൾ ആര് ജയിക്കുമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്? സിമ്പിൾ. നമ്മുടെ 4 പേരെടുത്ത് വന്നിട്ടില്ലല്ലോ ഇതുവരെ, ആരും വന്നിട്ടില്ല. അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ 3 കോടിയിൽ 4 പേരാണ്. ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 30,000 പേരുണ്ടെന്ന് കരുതുക. അവർ സ്വയം ആലോചിക്കുക നിങ്ങളുടെ അടുത്ത് എത്ര പേര് വന്നാണ്. അത്രേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിനകത്ത് ഇപ്പം GS അഖിലിൻ്റെ പരാതി ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ പൊതുപരാതി ഒന്നുമല്ല, അഖിൽ കൊടുത്ത പരാതി. പക്ഷേ അയാൾ പറഞ്ഞ വാദങ്ങൾ ശരിയാണ്. അയാൾ ബാൻഡ് വാഗൺ ഇഫക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വാഭാവികമാണ്, ജയിക്കുന്ന ഇപ്പോൾ ഒരു പാർട്ടി ജയിക്കുമെന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന കുറേ ആളുകളുണ്ടെന്നേ. അപ്പം അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെ ചില മണ്ഡലങ്ങളിലെങ്കിലും നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സർവേകളും നമുക്കറിയാം, അത് ഫീൽഡ് റിപ്പോർട്ട് വെച്ച് നമ്മൾ പഠിക്കാം, സംശയകരമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. ഇത്തരം സർവേ ഏജൻസികളിൽ താല്പര്യങ്ങൾ കടന്നുകൂടുന്നുണ്ട്, അത് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾ കൂടി കടന്നുകൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾക്കുള്ളതുപോലെ ഒരു മാർഗനിർദ്ദേശമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശക്തമായി പ്രീ പോളിന് ഏർപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരോടൊരു കാര്യം പറയാനുള്ളത്, എല്ലാ സർവേയും കഴിഞ്ഞിട്ടല്ല ഈ വേദന എല്ലാമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇനി ഏതാണ്ട് ഒരു സർവേയും നടക്കാനില്ല പ്രീ പോൾ. ഇതിൻ്റെ എല്ലാ റിസൾട്ട് വന്ന് അത് വലിയ മെച്ചമൊന്നും ഞങ്ങൾക്ക് ഇല്ലെന്ന് കാണുമ്പോഴല്ല ഈ കരച്ചിലുമായിട്ട് വരേണ്ടത്. നിലപാടുണ്ടെങ്കിൽ അത് നേരത്തെ എടുക്കേണ്ടതാണ്. യെസ് എന്തായാലും അഭിപ്രായ സർവേകളുടെ മൊത്തം വിശ്വാസത്തെ തള്ളിക്കളയാൻ ഞാൻ ഒരുക്കമല്ല. സർവേകൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി നിർവഹിക്കുന്ന ഒരു പരിപാടിയാണ്. അത് എല്ലായിടത്തും പാളിപ്പോയിട്ടില്ല, വളരെ കൃത്യമായി നടന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പണിയെടുത്ത് സർവേ ഹോംവർക്ക് ചെയ്തുണ്ടാക്കുന്ന ആളുകളെയും കൂടി പൂർണ്ണമായും ചായം പൂശണം എന്ന അഭിപ്രായം എനിക്കില്ല. അത് അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ഉറപ്പുണ്ടാവട്ടെ, ജനങ്ങൾ ഇനിയും ഓഡിറ്റ് ചെയ്യുമെന്ന ഒരു ബോധ്യം ഉണ്ടാവട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചും അവരും ആലോചിക്കേണ്ട കാര്യമാണ്. അവർക്കൊരു മൊമെൻറ്റം, അവർക്കൊരു ആവേശം നിലനിർത്താൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നത് ചില സർവേകൾ കാണുന്നത് കായംകുളത്ത് M. ലിജു പരാജയപ്പെട്ടേക്കാം എന്നാണ്, കൊച്ചിയിൽ ഷിയാസ് പരാജയപ്പെട്ടേക്കാം എന്ന് വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ തോറ്റുപോയേക്കാം എന്നതാണെങ്കിൽ അവർക്ക് അനുകൂലമായൊരു ഭയങ്കരമായ വികാരം അടിക്കുന്നില്ല എന്ന് അവരെ സർവേകൾ കാണുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്കൊരു ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സർവേകൾ നേരത്തെ പറഞ്ഞ പോലെ പെയ്ഡ് സർവേകളുടെ ഒരു കാലമാണ്. ഇന്ത്യ അതിൻ്റെ ഏറ്റവും കെടുതി കണ്ടിട്ടുള്ള ഒരു രാജ്യവും കൂടിയാണ് എന്നതും പറയണം. സോ എന്തായാലും സർവേ നടത്തുന്നവർ ആ റിസ്ക് എടുക്കട്ടെ എന്ന് കാണാം. കോൺഗ്രസും അവരുടെ പണി എടുക്കട്ടെ. ഇത് രണ്ട് വഴിക്ക് നടക്കട്ടെ തന്നെ ഞാൻ പറയും.